ഇത് ലൈംഗിക അരാജകത്വത്തിൻ്റെ പുതിയ കഥയാണ്. സ്വന്തം ഭാര്യയുടെ അവിഹിത ബന്ധങ്ങളെപ്പോലും ബ്ലാക്ക്മെയിലിങ്ങിനായി ഉപയോഗിക്കുന്ന പുതിയ തലമുറ. പത്തനംതിട്ട കോയിപ്പുറത്തെ ഹണി ട്രാപ്പ് കേസിന് പിന്നിൽ പണം തട്ടുക മാത്രമായിരുന്നില്ല പ്രതികളുടെ ലക്ഷ്യം. ചോദ്യം ചെയ്യലിനിടെ ജയേഷും ഭാര്യ രശ്മിയും ആംഗ്യഭാഷയിൽ സംസാരിച്ചത് എന്താകാം? ആഭിചാര പ്രവർത്തനവും ഈ കേസും തമ്മിൽ ബന്ധമുണ്ടോ? പോലീസിന്റെ അന്വേഷണത്തിൽ ചില നിർണായകമായ വിവരങ്ങൾ ലഭിച്ചെന്നാണ് സൂചന. കേസിൽ കൂടുതൽ ഇരകളുണ്ടെന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം. മുഖ്യപ്രതി ജയേഷിന്റെ ഫോണിലെ ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചായിരിക്കും കൂടുതൽ നടപടികൾ ഉണ്ടാവുക. പ്രതികളെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം. 2016-ൽ 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് ജയേഷ്. ആലപ്പുഴ സ്വദേശിയായ 19-കാരൻ, റാന്നി സ്വദേശിയായ 30-കാരൻ എന്നിവർക്ക് പുറമെ കൂടുതൽ പേരെ ജയേഷും ഭാര്യ രശ്മിയും മർദ്ദനത്തിനിരയാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് 2 പേരുടെ പരാതി കൂടി നിലവിൽ പോലീസിന് മുന്നിലെത്തി. 2 പേരും സമാന രീതിയിൽ കോയിപ്പുറത്തെ വീട്ടിൽ വെച്ച് അതിക്രൂര മർദ്ദനത്തിന് ഇരയായോ എന്ന സംശയവും പോലീസിനുണ്ട്. എന്നാൽ പരാതിക്കാർ പോലീസിനോട് മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. അറസ്റ്റിലായ രശ്മിയുടെ ഫോണിൽ നിന്നും 5 വീഡിയോ ക്ലിപ്പുകൾ ആറന്മുള പോലീസ് വീണ്ടെടുത്തിരുന്നു. അതിൽ നിന്നാണ് 2 യുവാക്കളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടിയത്. മുഖ്യപ്രതിയായ ജയേഷിന്റെ ഫോണിൽ ഒരു രഹസ്യ ഫോൾഡർ ഉണ്ട്. അതിലെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ അന്വേഷണ സംഘം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഫോണിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും കൂടുതൽ ഇരകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ കേസിൽ കൂടുതൽ നടപടികളുണ്ടാകും. സാമ്പത്തിക ലാഭത്തിനായുള്ള ഹണി ട്രാപ്പിനപ്പുറം ആഭിചാരം, അവിഹിതം തുടങ്ങിയ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഭാര്യ രശ്മിയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ സുഹൃത്തുക്കളെ വീട്ടിൽ തന്ത്രപൂർവ്വം വിളിച്ചു വരുത്തിയാണ് ജയേഷ് മർദ്ദിച്ചതെന്നാണ് സൂചന. കൂടുതൽ സംശയങ്ങൾ നീക്കാൻ പരാതിക്കാരായ യുവാക്കളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോയിപ്പുറം പോലീസ് ഉടൻ അപേക്ഷ നൽകും. വിശദമായ ചോദ്യം ചെയ്യലും ശാസ്ത്രീയ അന്വേഷണവും നടത്തിയെങ്കിൽ മാത്രമേ കേസിലെ ദുരൂഹത നീക്കാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് 18 പത്തനംതിട്ട.